ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, നമസ്കാരം. എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ആദ്യമായിട്ടാണ് എന്റെ ചാനലിലേക്ക് വരുന്നത് വെച്ചാൽ വെൽക്കം ടു മൈ വേൾഡ്. ഫാമിലി മെമ്പർ ആവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ തൊട്ടടുത്തൊരു നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടെ ഉണ്ടാവും. അതും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഫീച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒട്ടും മിസ്സാവാതെ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ ഒരു ആമസോൺ ഹോൾ വീഡിയോ ആണ്. എനിക്കറിയാൻ കുറച്ചധികം കാലമായി ഹോൾ വീഡിയോസ് ചെയ്തിട്ട്. ഞാൻ ഡൽഹി പോയി വന്നതിന് ശേഷം പിന്നെ അങ്ങനെ കാര്യമായിട്ട് ഹോൾ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളൂ. അപ്പൊ ഞാൻ കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ട് ആമസോണിന്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട്. ഭയങ്കര സ്പെഷ്യൽ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഐ മീൻ എന്താ പറയാ, ഓക്കെ, അത് ഞാൻ വഴിയെ പറയാം. അപ്പൊ ഹോളിലേക്ക് കിടക്കാം. അതിൽ ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചത് 2 ലിപ്സ്റ്റിക്കുകളാണ്. ഇപ്പൊ കുറച്ചായിട്ട് എനിക്ക് ആക്ച്വലി എന്താ പറയാ, ഭയങ്കര ബോൾഡ് കളേഴ്സ് ഇടാനൊന്നും അത്ര ഇൻട്രസ്റ്റ് ഇല്ല. എന്നാൽ ഭയങ്കര നമ്മുടെ നാട്ടിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കളേഴ്സ് ആണ് ഇപ്പൊ ഞാൻ കൂടുതലും എന്താ പറയാ വാങ്ങിക്കാൻ നോക്കാറ്. ഭയങ്കര ബോൾഡ് ഇടുമ്പോ എന്താ പറയാ, നമ്മുടെ നാട്ടിൽ എനിക്കത് അത്ര ആപ്റ്റായിട്ട് തോന്നുന്നില്ല. ലൈക്ക് മേക്കപ്പ് വീഡിയോസിനൊക്കെ കൊള്ളാം, വല്ല നൈറ്റ് പാർട്ടി അങ്ങനെ, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ വെഡിങ്ങിന്റെ റിസപ്ഷൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അത് എപ്പോഴെപ്പോഴും നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ ഒക്കേഷൻസ് എപ്പോഴെപ്പോഴും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പൊ അതിന്ന് വിട്ടിട്ട് എപ്പോഴും എന്താ പറയാ, ഒരു നോർമൽ വെയറിന്റെ കൂടെയോ അല്ലെങ്കിൽ ഒരു ഡെയിലി വെയർ, ഒരു ഡെയിലി മേക്കപ്പിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ലിപ്സ്റ്റിക്കുകളാണ് ഇപ്പൊ ഞാൻ കൂടുതലും നോക്കാറുള്ളത്. ഒരു ന്യൂഡ് കാറ്റഗറിയിൽ പെട്ടത്. അപ്പൊ അങ്ങനത്തെ 2 ലിപ്സ്റ്റിക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം കളർ ബാറിന്റെ കൊക്കോ കടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് ആക്ച്വലി ഞാൻ എന്റെ വിയറബിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് എന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റേ പള്ളിപ്പെരുന്നാളൊക്കെ ഇടാൻ പറ്റിയ ലുക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലിപ്സ്റ്റിക് കളർ സൂപ്പറാണ്, ലിപ്സ്റ്റിക്കിന്റെ ഇപ്പൊ എന്റെ റീസെന്റ് ഞാൻ എടുത്ത ലിപ്സ്റ്റിക്കുകളൊക്കെ സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഈ കളറാണ് കേട്ടോ, കളർ ബാറിന്റെ കൊക്കോ കടൽ എന്ന് പറഞ്ഞിട്ടുള്ള കളറ്. ഞാൻ സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനത്തെ ഒരു കളറാണ്, നല്ലതല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഇടുമ്പോൾ വലിയ എന്താ പറയാ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് കളറാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ലിപ്സ്റ്റിക് ആണ്. ഈ ലിപ്സ്റ്റിക് ഞാൻ ദിയാമിർസ് ആൻഡ് സ്പെയ്ഡ് മേക്കപ്പ് ലുക്കിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ആ ഒരു പർപ്പസിന് വേണ്ടി വാങ്ങിച്ചായിരുന്നു. പക്ഷെ എന്താ പറയാ, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര വിലയുള്ളതൊന്നല്ല കേട്ടോ. ആളുടെ മേക്കപ്പിന്റെ ആളുടെ ഒരു ലിപ് കളറിനോട് ചേർന്നിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് വേണമല്ലോ വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. അപ്പൊ ഇത് ഹാഫ് ആൻഡ് ഹാഫ് എന്ന് പറഞ്ഞിട്ടുള്ള കളർ ഡാൻസ് ബ്രാൻഡിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡ് നമ്പർ ആപ്രിക്കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള എന്താ പറയാ സ്മച്ച് പ്രൂഫ്, വാട്ടർ പ്രൂഫ് അങ്ങനെയുള്ള ഹൈ എൻഡ് പ്രൊഡക്റ്റ് ഒന്നല്ല, സാധാ ഒരു പ്രൊഡക്റ്റ് ആണ്. ഭയങ്കര 100-200 രൂപ അത്രയൊക്കെ എങ്ങാണ്ടുള്ളൂ. ബട്ട് കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഇത് നമുക്ക് ഇട്ടിട്ട് ഒരു കുറെ നേരം ഒന്നും നിൽക്കാൻ പറ്റില്ല. ഇടയ്ക്ക് നമ്മളിത് ബാഗിൽ കരുതണം, ഇടയ്ക്കിടയ്ക്ക് റീഅപ്ലൈ ചെയ്യേണ്ടി വരും, കാരണം കളർ പെട്ടെന്ന് പോകും. അതുപോലെ തന്നെ എന്താ പറയാ സ്മച്ച് പ്രൂഫ് അല്ല, ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ കഴിക്കുമ്പോഴേക്കും പെട്ടെന്ന് പോകും ഇത്. പക്ഷെ എനിക്ക് കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തതാണ്. ഇതാണ് ഈ കളർ. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചത് LA Girl പ്രോ കൺസീൽ HD ഹൈ ഡെഫിനിഷൻ കൺസീലർ ആണ്. ഇതിന്റെ ഗ്രീൻ ഷെയ്ഡിലുള്ള കൺസീലറാണ് ഞാൻ വാങ്ങിച്ചത്. കാരണം എന്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും കുറെ അറിയാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇവിടെ കുറച്ച് പിമ്പിൾ മാർക്സ് വന്നു. എനിക്ക് പണ്ടെന്ന് പറഞ്ഞാൽ ഒട്ടും പിമ്പിൾ മാർക്സ് ഇല്ലാത്തൊരു സ്കിന്നായിരുന്നു കേട്ടോ, പണ്ടൊരു കാലത്ത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. പ്രത്യേകിച്ച് മറ്റേ ഡൽഹി പോയപ്പോ എല്ലാരും പറഞ്ഞു ഭയങ്കര ചൂടല്ലേ, അപ്പൊ സൺസ്ക്രീൻ ഒക്കെ ഇടണം എന്ന് പറഞ്ഞു. അപ്പൊ അതിനു വേണ്ടി, അല്ലെങ്കിൽ നോർമലി സൺസ്ക്രീൻ ഇടാറൊന്നുമില്ല. ആക്ച്വലി ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ, എന്തെങ്കിലും സൺ എക്സ്പോഷർ കൂടുതലായിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ വന്നിട്ട് സൺ ടാൻ റിമൂവൽ എന്തെങ്കിലും DIY പാക്ക് ഇടാ ചെയ്യാറ്. അല്ലാതെ ഞാൻ സൺസ്ക്രീമുകളുടെ ഭയങ്കര ആരാധിക്കുന്നല്ല. അപ്പൊ അതിനു വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു നല്ലൊരു സ്കിൻ കെയർ റുട്ടീനൊക്കെ വേണമല്ലോ എന്നൊക്കെ വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാനൊരു ന്യൂട്രജീനയുടെ സൺസ്ക്രീൻ വാങ്ങി. അതിൽ അത്യാവശ്യം റിവ്യൂസ് ഒക്കെ നോക്കി ഞാൻ വാങ്ങിച്ചൊരു പ്രൊഡക്റ്റ് ആണ്. ബട്ട് എന്താ പറയാ, എനിക്കത് പറ്റിയില്ല. അതിലെനിക്ക് കുറെ ബ്രേക്ക്ഔട്ട്സ് വന്നു, ഇവിടെയൊക്കെ കുറെ ബ്രേക്ക്ഔട്ട്സ് വന്നു, അങ്ങനെ പണി കിട്ടി. അപ്പൊ പിന്നെ എനിക്കിപ്പോ എന്ത് മേക്കപ്പ് ലുക്ക് ചെയ്യുമ്പോഴും, അതുപോലെ തന്നെ എന്താ പറയാ, ഈവൻ നമ്മുടെ വീട്ടിൽ പോണ എന്താ പറയാ നാട്ടിലെ പരിപാടികൾക്കും കുറെ പെരുന്നാളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പെരുന്നാളുകളും ക്രിസ്മസിനൊക്കെ എനിക്ക് അറിയാതെ വേറെ നിവർത്തിയില്ല. അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കുന്നു, കണ്ടോ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനു ശേഷം കണ്ണി കണ്ടതൊക്കെ വാരി തേച്ചതിന്റെ മുഖത്ത് കണ്ടില്ലേ എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഞാൻ വേഗം ഒരു കറക്റ്റർ വാങ്ങി. ആ ഒരു പർപ്പസിന് വാങ്ങിച്ചതാണ് കേട്ടത്. അല്ലെങ്കിൽ എനിക്ക് അതിന് മുന്നേ അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്താ ചെയ്യാലേ. ഇപ്പൊ പണ്ടത്തെ അത്ര ഇല്ല. ഞാനിപ്പോ കുറെ പാക്കൊക്കെ ഇട്ടിട്ട് കളർ ഫെയ്ഡായിട്ട് നല്ലോണം വന്നിട്ടുണ്ട്. കുറച്ചുകൂടി കാലം പിടിക്കുന്നത് മുഴുവനായിട്ട് പോവാൻ. അപ്പൊ അതുവരെയ്ക്കും നമുക്ക് കറക്റ്റർ വേണം. ഓക്കെ. ഇതിന്റെ പ്രൈസ് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. 400-ന് അടുത്തെങ്ങാണ്ടാന്ന് തോന്നുന്നു. ഓക്കെ.
പിന്നെ ഞാൻ വാങ്ങിച്ചത് എന്റെ മസ്കാര തീർന്നു പോയിട്ടുണ്ടായിരുന്നു. എന്റെ മുന്നത്തെ മസ്കാര കഴിയാറായിട്ടുണ്ട്. മേബിലിന്റെ കൊളോസൽ വോളിയം എക്സ്പ്രസ് മസ്കാര കഴിയാറായി. അപ്പൊ ഞാൻ മേബിലിൻ നോക്കിയിട്ട് കുറെ റിവ്യൂസും ഒക്കെ നോക്കിയിട്ടാണ് വാങ്ങിച്ചത്. ഇത് മേബിലിന്റെ തന്നെ. മേബിലിന്റെ ആക്ച്വലി എനിക്ക് ഇഷ്ടമുള്ളത് മസ്കാരകളാണ്. ഫൗണ്ടേഷനും കൺസീലറും എനിക്ക് ഭയങ്കര ഫാൻ അല്ല ഞാൻ അതിന്റെ. ബട്ട് എനിക്ക് മസ്കാരാസ് ഭയങ്കര ഇഷ്ടമാണ് മേബിലിന്റെ. അപ്പൊ ഞാൻ വാങ്ങിച്ചത് മേബിലിന്റെ ദി കൊളോസൽ ബിഗ് ഷോട്ട് വോളിയം എക്സ്പ്രസ് വാട്ടർ പ്രൂഫ് ബിഗ് ഷോട്ട് മസ്കാരയാണ്. ഇത് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു യൂട്യൂബർ ഉണ്ട്. ആള് ഓൾമോസ്റ്റ് ആളുടെ എല്ലാ നല്ല അടിപൊളി ലുക്കുകളും ഇൻസ്പയർഡ് ലുക്കുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു യൂട്യൂബറാണ്. പക്ഷെ ആളുടെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും മസ്കാര ആയിട്ട് യൂസ് ചെയ്യല് മേബിലിന്റെ ബിഗ് ഷോട്ട് മസ്കാരയാണ്. വോളിയം എക്സ്പ്രസ് ബിഗ് ഷോട്ട് വോളിയം എക്സ്പ്രസ് മസ്കാരയാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിതിനൊരു ട്രൈ കൊടുക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി സംഭവം ഭയങ്കര കിഡുവാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞു ദിയാമർസയുടെ ഇൻസ്പയർഡ് മേക്കപ്പ് ചെയ്തപ്പോൾ ഞാൻ ഈ മസ്കാര യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ആക്ച്വലി ആ മേക്കപ്പ് റിമൂവ് ചെയ്തിട്ട് മസ്കാര കളയാൻ ഭയങ്കര പണിയായിരുന്നു. വാട്ടർ പ്രൂഫാണ്, സ്മജ് പ്രൂഫാണ്, ഭയങ്കര കിഡുവാണ്. അപ്പോ എന്താ പറയാ, ഒരു ആർട്ടിഫിഷ്യൽ ലാഷസ് വെക്കേണ്ട ആവശ്യം നോർമലി ഞാൻ ആർട്ടിഫിഷ്യൽ ലാഷസ് വെക്കാറില്ല. നിങ്ങൾക്കറിയാം ഞാൻ നോർമലി ചെയ്യാറ് ഈ മസ്കാര, അതായത് വോളിയം എക്സ്പ്രസ് കൊളോസൽ വോളിയം എക്സ്പ്രസ് മസ്കാരയെ ഞാൻ 5-6 കോട്ടിട്ടാ ചെയ്യാറുണ്ട്. അതിന്റെ അത്രയും ആവശ്യം വരാറില്ല. ഇതൊരു 2 കോട്ടാവുമ്പോഴേക്കും ഭയങ്കര എന്താ പറയാ ഭയങ്കര ഫുള്ളർ ആയിട്ടുള്ള ഒരു ലാഷസ് വന്നൊരു ഫീലിംഗ് കേട്ടോ. അപ്പോൾ ഭയങ്കര എന്താ പറയാ ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ്. അങ്ങനെയെങ്കിൽ ഞാനിതൊന്ന് സ്വാച്ച് ചെയ്തുതരാം. ശരി, കയ്യിൽ സ്വാച്ച് ചെയ്യുമ്പോൾ വലിയ വൃത്തികേടാണ്. നമ്മുടെ കാജലൊക്കെ സ്വാച്ച് ചെയ്യുന്ന പോലെ മസ്കാര സ്വാച്ച് ചെയ്യാൻ നോക്കിയത് ഇങ്ങനെ ഇരിക്കും. ബട്ട് നല്ല ബ്ലാക്ക് ഷെയ്ഡാണ്. ഓക്കെ, ഇതിലിങ്ങനെ കാണില്ല, കാരണം ഇത് കറക്റ്റ് ആയിട്ടല്ലല്ലോ വരിക, ഈവൻ ആയിട്ട് കിട്ടില്ലല്ലോ, ഇങ്ങനത്തെ ബ്രഷ് അല്ലേ. ഓക്കെ, എന്നാലും കളർ കാണിക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ സ്വാച്ച് ചെയ്തതാണ്. ആക്ച്വലി ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന മസ്കാര ഇതാണ് കേട്ടോ. ഓക്കെ, ഇത്രയും ലുക്ക് ഞാൻ ഇരിക്കാൻ കാരണം ഞാനിപ്പോ തന്നെ ഒരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു ലുക്കിലിരിക്കുന്നത്. കണ്ടോ, നല്ല ഇന്റൻസ് ആയിട്ട് തന്നെ ഇല്ലേ. ഓക്കെ, പിന്നെ ഞാൻ വാങ്ങിച്ചത് ഷുഗർ കോസ്മെറ്റിക്സിന്റെ ഒരു അറസ്റ്റഡ് ഫോർ ഓവർ സ്റ്റേ വാട്ടർ പ്രൂഫ് ഐലൈനർ ആണ്. 01 ഐ വിൽ ബി ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ബ്ലാക്ക് ഷെയ്ഡ് അത്രേ ഉള്ളൂ. അപ്പോൾ നോർമലി ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ലിക്വിഡ് ലൈനേഴ്സും ജെൽ ലൈനേഴ്സിനെക്കാട്ട് എനിക്ക് എപ്പോഴും മുകളിൽ അപ്പർ വാട്ടർ ലൈനല്ല അപ്പർ ലാഷ് ലൈനിൽ എനിക്കെപ്പോഴും സ്കെച്ച് ഐലൈനേഴ്സിനോടാണ് കൂടുതൽ ഒരു ചായവ്. നിൽക്കണം, ഒരു പെണ്ണ് പിടിക്കുന്ന പോലെയുള്ളൂ. അപ്പം ഇതിനു മുന്നേ ഞാൻ യൂസ് ചെയ്തിരുന്നത് ബ്ലൂ ഹെവന്റെ ഒരു ഐലൈനറാണ്. അത് അത്ര ഭയങ്കര ഗുണവാനൊന്നും ആയിരുന്നില്ല, പക്ഷെ ഇത് അതിനെക്കാട്ടിയും നല്ലതാണ്. ബട്ട് വാട്ടർ പ്രൂഫ് ആണെന്ന് പറയുന്നുണ്ട്, ബട്ട് അത്ര വാട്ടർ പ്രൂഫ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ നല്ല ഇന്റൻസ് ബ്ലാക്ക് ആണ് കേട്ടോ. കണ്ടോ, നല്ല ബ്ലാക്ക് ഷെയ്ഡാണ്. ഇത് ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഇപ്പൊ ഇട്ടിരിക്കുന്നത് ഈ സംഭവമാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ആക്ച്വലി കുഞ്ഞു മേക്കപ്പ് ഹോൾ എന്ന് പറയാനുള്ളത്. പിന്നെ ഞാൻ കാണിക്കുന്നത് എന്താന്ന് പറയാം, ഞാനൊരു ലാപ്ടോപ്പ് വാങ്ങിച്ചു. നിങ്ങൾ വിചാരിക്കും ലാപ്ടോപ്പ് വാങ്ങിക്കുന്നതിന് എന്താ എത്ര വലിയ കാര്യമല്ലേന്ന്. ലാപ്ടോപ്പ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ലാപ്ടോപ്പ്. മാക് ഒന്നല്ല, സാധാ ഡെല്ലിന്റെ ഒരു നോർമൽ ലാപ്ടോപ്പ്. എനിക്ക് മാക് വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയാം. അതായത് ഇത് എന്റെ ആദ്യത്തെ ലാപ്ടോപ്പാണ്. ലൈക്ക് ആദ്യത്തെ ലാപ്ടോപ്പ് ഇൻ ദ സെൻസ് ഞാൻ സ്വന്തമായി അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി ആ പൈസ കൊണ്ട് വാങ്ങിച്ച ലാപ്ടോപ്പാണിത്. അതുകൊണ്ട് ദിസ് ഈസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ആക്ച്വലി എനിക്ക് എന്താ പറയാ, ഞാനൊരു കമ്പ്യൂട്ടർ അഡിക്റ്റേ അല്ലാത്തൊരു കുട്ടിയായിരുന്നു. അപ്പോൾ ഈവൻ +1 +2 ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും എനിക്ക് ബയോളജി ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ എടുത്തൊരു ഓപ്ഷൻ ആയിരുന്നു കമ്പ്യൂട്ടർ സയൻസ്. കാരണം ബയോളജിയിൽ എനിക്ക് എത്ര ഞാൻ എന്റെ എഫേർട്ട് എടുത്ത് പഠിച്ചാലും അതിലെപ്പോഴും എന്റെ ഒരു മാർക്ക് എനിക്ക് കുറയാറുണ്ട്. മാർക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്ത അതേ മാർക്കിന്ന് കുറച്ച് മാർക്ക് കുറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ ഒപ്റ്റ് ചെയ്തതാണ് കമ്പ്യൂട്ടർ സയൻസ് +1 +2. അപ്പോൾ +1 എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് അധികം മാർക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഒറിജിനൽ ടീച്ചർ ഞങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസിന്റെ മിസ്സായിരുന്നില്ല. ആ മിസ് ലീവിൽ പോയിക്കായിരുന്നു. ഞാൻ പഠിച്ചത് സെക്രാറ്റ്സിലായിരുന്നു കേട്ടോ, തൃശ്ശൂർ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് +2 ഞങ്ങളുടെ ശരിക്കുള്ള മിസ് ലീവ് കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പൊ അതൊരു കിഡു മിസ്സായിരുന്നു. ഭയങ്കര നന്നായിട്ട് കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിക്കുന്ന ഒരു മിസ്സായിരുന്നു. ആക്ച്വലി എനിക്ക് കമ്പ്യൂട്ടർ സയൻസിനോട് ഒരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോഴും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ബട്ട് എനിക്ക് +2 അത്യാവശ്യം നല്ല മാർക്ക് കിട്ടി. 98 or 99 അങ്ങോട്ട് മാർക്ക് കിട്ടി കമ്പ്യൂട്ടർ സയൻസിൽ. അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ വെറുതെ ആഗ്രഹിച്ചു പോയി. എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് ഭയങ്കര ഇഷ്ടമാണ്.
അങ്ങനെയാണ് ഞാൻ ബിടെക്കിനും കമ്പ്യൂട്ടർ സയൻസ് എടുത്തത്. പിന്നെ എനിക്ക് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടായിരുന്നു. കാരണം എന്റെ വീട്ടിൽ നിന്ന് കുറെ അകലങ്ങളിലേക്ക് പഠിക്കാൻ വിടാൻ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. കാരണം 2 പെൺകുട്ടികളാണ്. അപ്പോൾ അങ്ങനെ എങ്ങനെയാ കുറെ ദൂരേക്ക് പഠിക്കാൻ വിടാം അങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ ഞാൻ പഠിച്ചത് തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അവിടെ എനിക്ക് എന്നാലും എന്റെ റാങ്കിന് എനിക്ക് ഇലക്ട്രോണിക്സ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അന്നെന്ന് പറഞ്ഞ ഒരു സ്ട്രാറ്റജി ഇങ്ങനെയായിരുന്നു. ഫസ്റ്റ് ഇലക്ട്രോണിക്സ്, പിന്നെ കമ്പ്യൂട്ടർ സയൻസ്, പിന്നെ AAA അങ്ങനെയായിരുന്നു. ഇലക്ട്രോണിക്സിന് എനിക്ക് റാങ്ക് ഉണ്ടായിരുന്നു. ഇലക്ട്രോണിക്സിന് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഇത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് മാർക്ക് കമ്പ്യൂട്ടർ സയൻസിൽ ഉണ്ടായതുകൊണ്ട് എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് തന്നെ വേണമെന്നായിരുന്നു. അപ്പൊ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് അലോട്ട്മെന്റ് കൊടുത്തത് ആ കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് ആണ്. എന്റെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കോളേജിലെ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് കൊടുത്ത കോളേജിൽ തന്നെയാണ് ഞാൻ ബിടെക് പഠിച്ചത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഇയർ വാങ്ങിച്ചത് മറ്റേ ഇതായിരുന്നു, ഡെസ്ക്ടോപ്പ് ആയിരുന്നു, ലാപ്ടോപ്പ് ആയിരുന്നില്ല. അപ്പോ അതുവരെ എനിക്ക് എന്താ പറയാ, ഈവൻ പ്രൊജക്ടിന്റെ സമയമായപ്പോഴും ഞാൻ ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തത്, എനിക്ക് പുതിയ ലാപ്ടോപ്പ് വാങ്ങിച്ചൊന്നുമില്ലായിരുന്നില്ല വീട്ടിൽ നിന്ന്. ബട്ട് ഞാൻ ആ ഡെസ്ക്ടോപ്പ് എടുത്തിട്ട് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒഫീഷ്യലി ഒരു ലാപ്ടോപ്പ് സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല. കാരണം സ്വന്തമായിട്ടായിരുന്നു ഡെസ്ക്ടോപ്പ് ആയിരുന്നു. പിന്നെ അനിയത്തി ബിടെക്കിന് എത്തിയപ്പോഴാണ് വീട്ടിലെ ലാപ്ടോപ്പ് വാങ്ങിച്ചത്. അപ്പൊ പിന്നെ അത് അവളുടെ കയ്യിലോ, എനിക്ക് ഡെസ്ക്ടോപ്പ്, എനിക്ക് അപ്പോഴും ഡെസ്ക്ടോപ്പും അവൾക്ക് ലാപ്ടോപ്പും അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ ഹസ്ബൻഡിന്റെ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡിന് സ്വന്തമായിട്ടുള്ള ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു, ഓഫീസ് ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലി കഴിഞ്ഞപ്പോൾ എനിക്ക് ഓഫീസ് ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയായിട്ട് ലാപ്ടോപ്പുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ബട്ട് എന്താ പറയാ, സ്വന്തമായിട്ട് വാങ്ങിച്ച ആദ്യത്തെ ലാപ്ടോപ്പാണ് ഇത്. അപ്പോൾ എന്താ പറയാ, ഇത് ആക്ച്വലി വാങ്ങിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ, എനിക്ക് ഓഫീസിൽ നിന്ന് ആക്ച്വലി ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ലാപ്ടോപ്പ് ഓഫീസിൽ നിന്ന് കള്ളം കിട്ടുന്നുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി എനിക്ക് വേറെ ലാപ്ടോപ്പ് ഇല്ല. കുറച്ചു കാലം ഞാൻ എന്റെ വീട്ടിലെ ലാപ്ടോപ്പ് തന്നെ എടുത്തിട്ട് യൂസ് ചെയ്തു. പക്ഷേ അത് കുറച്ച് എന്താ പറയാ, ഞാൻ ആക്ച്വലി വിൻഡോസിൽ തന്നെ, ഞങ്ങൾ വർക്ക് ചെയ്യേണ്ടത് ഉബുണ്ടുവിലാണ്, വിൻഡോസിലായിരുന്നില്ല. അപ്പോൾ വിൻഡോസിലെ വിർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഉബുണ്ടു റൺ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അത് അപാര സ്ലോ, ഭയങ്കര എന്താ പറയാ, ഹാങ് ആവല് കൂടി. അപ്പൊ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് ഈ ലാപ്ടോപ്പ്. ബട്ട് വാങ്ങിക്കണമെന്ന് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്താണ്, വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ സ്വന്തം പൈസ കൊണ്ട് വാങ്ങിച്ച ലാപ്ടോപ്പ് എന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ട് ഇതിനുണ്ട്. ഓക്കെ, അപ്പോൾ മാക്ക് വാങ്ങിക്കാൻ എല്ലാവരും പറഞ്ഞു. പക്ഷെ മാക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ എന്താ പറയാ, EMI എടുത്ത് വാങ്ങിക്കേണ്ടി വരും. അത്രയ്ക്ക് വേണ്ടല്ലോ, ഓവർ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ ഇത് ലെവലാക്കട്ടെ. അപ്പൊ ഓക്കെ, ഇത്രയുമാണ് എന്റെ ഇന്നത്തെ ആമസോൺ ഹോൾ. കുഞ്ഞതാണ് എനിക്കറിയാം, പക്ഷെ ദിസ് ഈസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് ആയിട്ടുള്ള ഒരു ഹോളാണ്. ബിക്കോസ് ഓഫ് ദിസ് ലാപ്ടോപ്പ്, യുനോ. എന്തായാലും അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ഒരു ലാപ്ടോപ്പ് വാങ്ങി. സ്വന്തമായിട്ട് കിട്ടുന്ന സാധനങ്ങൾക്ക് നമുക്ക് ഭയങ്കര 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 വാല്യൂ ആണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത് കേട്ടോ. ഓവറായെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതുപോലെ തന്നെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, ലുക്ക് ബ്യൂട്ടിഫുൾ ആൻഡ് ബി ഹാപ്പി. ബൈ.